ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ചക്ക വെച്ചിട്ടൊരു ഐറ്റം നോക്കിയാലോ. ഇതിപ്പോ ചക്ക നമ്മള് ശർക്കരയും ചക്കയും കൂടെ ഇട്ട് വേവിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇതിപ്പോ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ചു നേരമായി. അതാതെ ഐസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ചക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്കും പഴുത്ത ചക്കയോ പിന്നെ ചക്ക വരട്ടി അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വേവിച്ചൊക്കെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ എടുത്തെടുത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോ 2 ആഴ്ചയായി ഞാൻ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട്. അപ്പൊ അതിന്ന് ചക്കയപ്പം അല്ല, നമ്മുടെ വയണയിലപ്പം, തെരളിയപ്പം എന്നൊക്കെ പറയില്ലേ, കുമ്പിളപ്പം എന്ന് പറയില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ചക്ക ഇത് എനിക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം. പിന്നെ ഞാൻ എന്റെ അരിപ്പൊടി എടുത്തു വെച്ചേക്കുന്നു. അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഏലക്ക. ഇതല്ല, ഇനി ഞാൻ ചക്കയൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിത് അരച്ചെടുക്കാൻ പോകട്ടോ. ഈ ചക്ക അത്രയും ഇതിനകത്ത് ജാറിനകത്തേക്ക് ഇട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഇനി ബാക്കി കാണിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. നമുക്കത് അരിപ്പൊടി എടുക്കാം. അരിപ്പൊടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് ഇടുന്നതിന് മുന്നായിട്ട് അത് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളുപ്പാണ് ഇടണേ. അപ്പൊ ഞാൻ അപ്പൊ കൂടെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും മാവില്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ മാത്രമാണ് ഉപ്പിട്ടേക്കണേ. അപ്പൊ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന ചക്ക അതിലേക്ക് ഇടാം. ഇതിനകത്ത് ശർക്കര ചേർത്ത് അരച്ചേക്കുന്ന കാരണം നമുക്ക് മധുരം ചിലപ്പോൾ ചേർക്കേണ്ടി വരില്ല. നമുക്ക് നോക്കിയിട്ട് ചെയ്തു നോക്കാം. ഇത്തിരി മധുരം ആയാലും പറ്റില്ലല്ലോ, അത് കാരണം ഇനി നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് കേട്ടോ. ഏലക്ക ചേർത്തു, അരിപ്പൊടി ചേർത്തു, ഇനി നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ ചേർക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ചക്കയുടെ സീസണിലൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തോന്നുമ്പോ ഉണ്ടാകും കേട്ടോ. ഇപ്പം വീട്ടിൽ പോയപ്പോ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നതാ, അത് എടുത്തോണ്ട് വന്നതാ. നല്ലോണം കുഴച്ച്, മധുരം ഇനി ചേർക്കേണ്ടി വരില്ല. നോക്കട്ടെ. അതെ, മധുരം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ തന്നെ നല്ലോണം മധുരം ഉണ്ട്. ഇപ്പൊ നമ്മളിനി വേറെ മധുരം ഒന്നും ചേർക്കണ്ട. ശർക്കര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നോക്കിയപ്പോ ചക്കയ്ക്ക് തന്നെ നല്ല മധുരമുണ്ട്. പിന്നെ ശർക്കരയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത കാരണം അതിന്റെ ആവശ്യമില്ല. നല്ലോണം ഒന്ന് വിരവി എടുക്കട്ടെ. ഞാനിപ്പോ എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് മാവൊക്കെ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ നമ്മൾ ചേർത്തത്? തേങ്ങ, വേറെ ശർക്കര ഞാൻ ചേർത്തില്ല. മധുരം ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കാരണം ശർക്കര ചേർക്കേണ്ടി വന്നില്ല. ആ ചക്കയും ആ ശർക്കരയും കൂടെ വേവിച്ചത്, മാവ്, തേങ്ങ, ഏലക്ക, ഇച്ചിരി ഉപ്പ്, ഇത്രയിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിലേക്ക് വെക്കാവേ. നമ്മുടെ തെരളി ഇലയിലേക്ക് ഇത് ഓരോന്നൊക്കെ കുമ്പിളാക്കി വെക്കാം. അപ്പൊ നമ്മൾ ഈ മാവ് നമ്മുടെ വയനയിലോട്ട് വെക്കുവാണ്. വെച്ച് കുറച്ച് ഞാൻ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ഇതാ കഴിയാറായി. കുറച്ച് മാവ് കൂടെ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ അടുപ്പത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പൊട്ടകത്തിലേക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി അതിനകത്തോട്ട് വെക്കാം. മൊത്തം ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പൊ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് വെക്കാം. ഒറ്റത്തട്ടന്റെ ആവശ്യം വരുന്നത്.
ചക്കയുടെ ആയൊന്ന് നോക്കാം. ആയിട്ടുണ്ട്. യെസ്, ചക്കയുടെ ആയിരിക്കുന്നു. നമുക്കിനി ഇത് ഓഫാക്കാം കേട്ടോ. അപ്പൊ തെരളി കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം കേട്ടോ. ചൂടുണ്ട്, മധുരമൊക്കെ കറക്റ്റാട്ടോ. കുറച്ചുകൂടെ ശർക്കര വേറെ ചേർത്തിരുന്നെങ്കിൽ മധുരം കൂടി പോനെ. ഇപ്പൊ കറക്റ്റാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.